കണ്ടില്ലേ? അനേകം രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പ്രതിഭാസം പെൺകുട്ടികളൊക്കെ നല്ല ജീവിച്ചു വളരെ ഫിറ്റായി ഈശ വരച്ചുകൂട്ടി നാടി വെക്കുന്നവർ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുമ്പോൾ നാടി വരെ വെച്ച് കുട്ടികൾക്ക് ഒരു പ്രത്യേക കാലഘട്ടം അത് ഗോയാസിന് അറബിയിൽ വിളിക്കപ്പെടുന്ന ഒരു വലിയ വെല്ലുവിളിയായി പെൺകുട്ടികളെ ആൺകുട്ടികളുമായി അടിവെക്കുക. അതേ സമയത്ത് ആണുങ്ങൾക്ക് ഈശയും വേണ്ട നാടിയും വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നേരെ വിപരീതമായ അവസ്ഥയിലേക്ക് ആളുകൾ ഇതൊക്കെ പറഞ്ഞല്ലോ കിത്തനും ഇങ്ങനെയുള്ള കിത്തനുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പ്രവചനങ്ങളാണ്. പ്രവചനം ആ പ്രവചനങ്ങൾ കുറച്ചൊക്കെ പുലർന്നുകൊണ്ടിരിക്കുന്നു, പുലരാനിരിക്കുന്നു. വന്ന അടയാളങ്ങളെ പറ്റി മാത്രം എടുക്കാൻ ഒരു സത്യവിശ്വാസിയുടെ ഈമാൻ പെട്ടെന്ന് അവര് പടച്ചതമ്പുരാണ് ഭയപ്പെടും. കാരണം നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യമാണ് യൗമില്ലാത്ത അഞ്ചുനാൾ അൻസുമിനത്തില്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ത്യനാള്. ഈ അന്ത്യനാളിനെ പറ്റി സൂറത്ത് മുഹമ്മദിൽ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ വ്യക്തമാണല്ലോ. അന്ത്യനാളിന്റെ അടയാളങ്ങൾ വന്നിരിക്കുന്നു. പറയുന്ന അന്ത്യനാളിന്റെ അടയാളങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നബി വന്നു എന്ന് പറഞ്ഞപ്പോഴല്ലേ അന്ത്യനാളിന്റെ ഒരടയാളമായി. നബിന്റെ കാലത്തുള്ള സംഭവങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ നമ്മളൊക്കെ ശരിക്ക് അവസാന നാളിന്റെ തൊട്ടടുത്ത ജീവനക്കാർ വിളിക്കപ്പെട്ട അവസരം പറഞ്ഞല്ലോ. ഇസ്ലാമിലേക്ക് ആളുകൾ വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് 3 പള്ളികളിൽ മാത്രമേ നമസ്കാരം നടന്നുള്ളൂ. ഒന്ന് മക്കയിൽ, മറ്റൊന്ന് മദീനയിൽ, മറ്റൊന്ന് വേറൊരു ജുവാസ പള്ളിയിൽ. മറ്റുള്ള അറബികളൊക്കെ എന്ന് വെച്ചാൽ പലരും ആളുകൾ പറഞ്ഞത് നമസ്കാരം റെഡി, എല്ലാം റെഡി, പക്ഷേ ഞങ്ങൾ അധ്വാനിച്ച പണത്തിൽ നിന്ന് സക്കാത്ത് പാവപ്പെട്ടവന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല താങ്കൾ എന്താണ് ചെയ്യുക? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോട് ഒറ്റക്ക് യുദ്ധം ചെയ്യും. അറിയാലോ, ഇത് പ്രവചനമാണ്. അഹ്മദ് ബിൻ ഹംബൽ ഇത്തരത്തിൽ വലിയ സ്ഥാനമുള്ള ഇമാമാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഖലീഫയോടാണ് അദ്ദേഹം ഏറ്റുമുട്ടിയത്. ഇസ്ലാമിൽ നിയമമുണ്ട്, അവനവന്റെ ജീവൻ ഭയപ്പെട്ടു കഴിഞ്ഞാൽ സത്യം തുറന്നു പറഞ്ഞാൽ ജീവൻ പോകുമെന്ന് അറിഞ്ഞാൽ തുറന്നു പറയേണ്ട ആവശ്യമില്ല. അല്ലാഹുവല്ലാത്ത ആളുകളെ പോലും ആ സമയത്ത് വിളിച്ചു പ്രാർത്ഥിച്ച സഹാബികളെ പോലും നബിയുടെ സന്നിധിയിൽ വന്നപ്പോൾ നബി പറഞ്ഞു അയാൾ മുഅ്മിനാണ്. കാരണം ജീവൻ അപകടപ്പെട്ടാൽ അത് പറയാം. പക്ഷേ അതേ ഇസ്ലാമിലെ തത്വം എന്താ? നേതാക്കന്മാരെ ചെയ്യാൻ പാടില്ല. ലോക ചരിത്രത്തിലുള്ള ഇസ്ലാമിലെ നേതാക്കന്മാർ സലാഹുദ്ദീൻ അയ്യൂബി, ഇമാം നവവി, അതുപോലെ തന്നെ മാലിക്, ഇവരൊക്കെ ഭരണകൂടങ്ങളോടെ കാരണം എന്താ? നേതാക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലുത് അവനാന്റെ ജീവനാണ് കഴിഞ്ഞാൽ പിന്നെ അനുയായികൾ വരും. അതുകൊണ്ട് അദ്ദേഹം അഹ്മദ് ബിൻ ഹംബലിനെ അവിടുത്തെ ഭരണാധികാരി വിചാരണ ചെയ്തപ്പോൾ സത്യം പറഞ്ഞു. ഖലീഫക്കെതിരിൽ സത്യം പറയേണ്ടി വന്നൊരവസ്ഥ. എന്താ അർത്ഥം? ആ ഫിത്ന വന്നപ്പോ ഉറച്ചു. പിന്നെ ഒരാൾ ചരിത്രം പരിചയപ്പെടുത്തുന്നത് അടുത്ത കാലത്തുള്ള ഷെയ്ഖുൽ ഇസ്ലാം സാർത്താരികൾ ഇസ്ലാമിക ലോകത്ത് ഒന്നായി വിഴുകി. ഭയങ്കര പരീക്ഷണമാണ് വന്നത്. അവരെ ദീന ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദീനിയും പരീക്ഷണം, ദുനിയാവിലും പരീക്ഷണം, കൊലപാതകങ്ങളുടെ പരമ്പര ഇസ്ലാമിക രാജ്യങ്ങൾ താറുമാറാക്കി എല്ലാ നിലക്കും കിട്ടുക. പക്ഷെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു സാർത്താരികൾക്കെതിരിൽ അത് പറയാൻ ധൈര്യമുള്ള ഒറ്റ പണ്ഡിതൻ ഇസ്ലാം എഴുതി കൊടുത്തു. ജയിലിലായ അദ്ദേഹം അതേ സമയത്തോ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പോലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് കാഫിറാണ്. കാരണം എന്താ? അന്നേ വരെ ആളുകളെ ശബ്ദിക്കാത്ത ബിദ്അത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിഞ്ഞു, സഹാബികളുടെ കാലം കഴിഞ്ഞു, 8ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥി തുടങ്ങി, ഖബറുകൾ ആരാധിക്കപ്പെടാൻ തുടങ്ങി, അമ്പിയാക്കൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ തുടങ്ങി, ഔലിയാക്കളുടെ പേരിൽ നേർച്ചകൾ അർപ്പിക്കാൻ തുടങ്ങി. ആർക്കും എതിർക്കാൻ തരില്ല. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം എതിർത്തു എന്ന് മാത്രമല്ല
ആളുകളുടെ അല്ലാത്ത എന്താണ് അതിനുള്ള ശക്തമായ പ്രതികാരം അവർ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം വിവാഹം പോലും കഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ തിക്കും തിരക്കിനും ഇടയിൽ ജീവിതം പോലും മറന്ന ആളുകൾ, സഹോദരങ്ങളെ, അവരൊക്കെ ഉറച്ചു നിന്നത് ഏതിനു വേണ്ടിയാന്ന് വെച്ചാൽ അവർക്കറിയാം അന്ത്യനാൾ വരും. അങ്ങനെ അവനവന് പരീക്ഷിക്കപ്പെടുമ്പോൾ പുറത്ത് അങ്കബൂത്തിൽ പറഞ്ഞ പരീക്ഷണമാണ്. ഹലാലും ഹറാമും അറിയില്ല, അപ്പോൾ ഹറാമ് ചെയ്യലല്ല. വേഷവിധാനത്തിന്റെ കാര്യത്തിൽ, പലിശയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ദീനിന്റെ ഒരു വിഷയം വരുമ്പോ നമ്മൾ അടിയറ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലേ, ഈ 3 ആളുകളെ പറ്റി ചരിത്രകാരന്മാരെ വിലയിരുത്തുന്നവർ പർവ്വതങ്ങളെ പോലെ എല്ലാ ഫിത്നയുടെ മുന്നിലും അവർ ഉറച്ചു നിന്നു. അതിന് അല്ലാഹു അവർക്ക് നല്ല പ്രതിഫലം. അപ്പൊ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഏത് ഫിത്നകൾ വന്നാലും ഉറച്ചു നിൽക്കുന്ന ആളുകളാകണമെങ്കിൽ നമ്മുടെ ഈമാൻ നമ്മളെപ്പോഴും ആ ഈമാൻ ശക്തമാകുന്ന ഒരവസ്ഥ വരുമ്പോൾ മനുഷ്യൻ ഉറച്ചു നിൽക്കാം. നല്ല ഒരു അതലം, അവിടെ ഒരു കറുത്ത പുള്ളിയില്ല. മറ്റേത് കാക്കയെ പോലെയായി നമ്മുടെ മനസ്സ് എല്ലാം കറുപ്പാണ്, വെളുപ്പൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഉദാഹരണം പറഞ്ഞത് ഒരു പൂജ. ആ പൂജ അതിന് വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വെള്ളം കിട്ടില്ല, അതിനുള്ളിലേക്ക് വെള്ളമൊഴിക്കാൻ കഴിയില്ല. അപ്പൊ എന്തിനാണ് പൂജ എന്നുള്ളത് കാര്യം? അതുകൊണ്ട് ഉപകാരമില്ലാത്ത മനസ്സുകൾ, ഇത്രയിൽ അകപ്പെട്ട മനസ്സുകളോട് ഉപമിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൽബ് ഒരു തെറ്റ് കണ്ടാൽ അടുക്കാനുള്ള എന്തോ ഒരു മടി, ഒരു ലജ്ജ, അതുപോലെ തന്നെ ഒരു ശരി കണ്ടാൽ ആ ശരിയെ പിൻപറ്റാനുള്ള അവന്റെ അലസത, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എല്ലാവിധ ഫിത്നയിലും നമ്മളെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അടയാളത്തിൽ മുമ്പിലായി പറയപ്പെടുന്ന ഫിത്നകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളിന്റെ അടയാളങ്ങളെല്ലാം ഏകദേശം ആയിക്കഴിഞ്ഞ അവസ്ഥയിൽ മനസ്സിലാക്കണം. എല്ലാ ഫിത്നയിലും എനിക്കൊരു പ്രാർത്ഥന നിങ്ങൾ ഫിത്നയിൽ നിന്ന് അല്ലാഹുവിനോട് നിസ്കാരത്തിന്റെ പല കാര്യങ്ങളും പറയാം. പഠിച്ചവനെ ഈ ഫിത്നയുടെ യുഗത്തിൽ നിന്ന് എല്ലാ ഫിത്നയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമെന്ന് നമ്മൾ പറയേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ചെറുതും വലുതുമായ ഫിത്നകളെയും അതിജീവിക്കുകയും അങ്ങനെ ഫിത്നയിൽ അകപ്പെടാത്ത സജ്ജനങ്ങളായ സ്വലീഹീങ്ങളായ ആളുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തുകയും മുസ്ലിം ഔലിയാക്കളും പ്രവേശിക്കപ്പെടുന്നു. മലാക്കന്മാരുടെ ആശീർവാദത്തോടും അനുമോദനങ്ങളോടുകൂടി പ്രവേശിക്കപ്പെടുന്ന ആളുകളിൽ എല്ലാവരെയും നമ്മളൊരു ഈ സംസ്കാരമുണ്ട്. ഞാൻ വേറെ